മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വർഷം മാർച്ച് 29 ശനി തൻ്റെ സ്വരാശിയായ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ 7ാം ഭാവമാണ്. 7ൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2027 ജൂൺ 2 വരെ ശനി ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത്. 2025 ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ഏകദേശം 139 ദിവസത്തോളവും ശനി വക്രഗതിയിൽ, അതായത് റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ വിശദമായി ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റം കന്നി രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശനി നിങ്ങളുടെ 5ഉം 6ഉം ഭാവങ്ങളുടെ അധിപനാണ്. രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ 7ാം ഭാവത്തിലേക്കാണ്. 7ാം ഭാവം വിവാഹം, ദാമ്പത്യം, ബിസിനസ്, പാർട്ട്ണർഷിപ്പ്, ഡെയിലി ഇൻകം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശനി 7ൽ നിൽക്കുന്ന സമയത്ത് കരിയറിൽ പരിവർത്തനങ്ങൾ ചെയ്യുന്നതായിരിക്കും. ചിലർ പൂർണ്ണമായിട്ട് ചെയ്യുമ്പോൾ മറ്റു ചിലർ പാർട്ട് ടൈമായിട്ടായിരിക്കും ചെയ്യുന്നത്. ബിസിനസ്, ട്രേഡിംഗ്, ഓൺലൈൻ ബിസിനസ്, പാർട്ട് ടൈം, സൈഡ് ബിസിനസ്സുകൾ എന്നിവ ചെയ്യുന്നതായിരിക്കും. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ജീവിത പങ്കാളിയിലൊരു നിർബന്ധ ബുദ്ധി ഉടലെടുക്കുന്നതായിരിക്കും. ഞാൻ പറയുന്നതാണ് ശരി, ഈ കാര്യം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്നതായിരിക്കും. ഇതിനെ ബുദ്ധിപൂർവവും യുക്തിപൂർവവും വേണം കൈകാര്യം ചെയ്യുവാൻ. ഈ സമയത്ത് ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. ശനി 5ാം ഭാവാധിപനുമാണല്ലോ. ഈ സമയത്ത് വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുമെങ്കിലും നിങ്ങളിൽ ചില സമയത്ത് ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇത് മനസ്സിലാക്കി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം അതിൽ തടസ്സങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും പിന്നീട് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. എങ്കിലും ആരോഗ്യ സംബന്ധമായി എന്ത് ചെറിയ പ്രശ്നമുണ്ടായാലും അത് നിസ്സാരമാക്കാതെ ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും. കടബാധ്യതകളുള്ളവർ അത് കുറയ്ക്കുവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്പം താമസിച്ചിട്ടായാലും നന്നായി ശ്രമിച്ചാൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശനിയുടെ 3ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 9ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മപ്രധാനമായ ഫീലിങ്ങോടെ നന്നായി പരിശ്രമം ചെയ്താൽ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത് ഫലങ്ങൾ ലഭിക്കുവാൻ അല്പം താമസം വരുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ പ്രത്യേകം ജാഗ്രത പുലർത്തണം. ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും. പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശനിയുടെ 7ാം ദൃഷ്ടി നിങ്ങളുടെ 1ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കോട്ടം തട്ടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ചിലർ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ശനിയുടെ 10ാം ദൃഷ്ടി നിങ്ങളുടെ 4ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളും മറ്റും ചെയ്യുന്നവർ ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല. എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. അല്ലാത്ത പക്ഷം പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. മാതാവിൻ്റെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല.
ജാതകത്തിൽ ശനി ബലവാനായിട്ട് നിൽക്കുന്നവർക്കും ശുഭകരമായ മഹാദശ അപഹാരം എന്നിവ നടക്കുന്നവർക്കും ഈ സമയത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ലായിരിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുന്നതും ഫലങ്ങൾ ലഭിക്കുവാൻ അല്പം താമസിക്കുന്നതുമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, മറ്റ് ശുഭഗ്രഹങ്ങൾ ചാരവശാൽ ശുഭസ്ഥാനത്താണ് നിൽക്കുമ്പോൾ ആ ഫലങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ 2.5 വർഷം മുഴുവനും നിങ്ങൾക്ക് നെഗറ്റീവ് ഫലങ്ങൾ മാത്രമേ ലഭിക്കൂ എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. ഇതാണ് ശനിയുടെ രാശിമാറ്റം കന്നി രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.